പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരി ഓം. ജ്ഞാനേന തു തദജ്ഞാനം യേഷാം നാശിതമാത്മനഃ തേഷാം ആദിത്യവത് ജ്ഞാനം പ്രകാശയതി തത്പരം. തദ്ബുദ്ധയസ്തദാത്മാനഃ തന്നിഷ്ഠാഃ തത്പരായണാഃ ഗച്ഛന്തി അപുനരാവൃത്തിം ജ്ഞാനനിർധൂതകൽമഷാഃ. ഇത് രണ്ടും വളരെ പ്രധാനമായ ശ്ലോകങ്ങളാണ്. വിവേകം മനുഷ്യനിൽ ഗൂഢമായിട്ട് കിടക്കുന്നു. ആ വിവേകത്തിനെ ജാഗരണം ചെയ്യുന്നതിലാണ് അധ്യാത്മസാധനകളുടെ ഒക്കെ ശ്രദ്ധ. വിവേകം ജാഗൃതമായാൽ സ്വയമേവ മനുഷ്യൻ സത്യം കണ്ടെത്തിക്കൊള്ളും. നമ്മൾക്ക് വാസ്തവത്തിൽ ഗുരു എന്ന് പറയുന്നത് നമ്മളുടെ വിവേകമാണ്. എല്ലാവരും അവരവരുടെ വിവേകത്തിനെ ആശ്രയിച്ചാണ് പുറത്തൊരു ഗുരുവിനെ കണ്ടെത്തുന്നത്. പുറത്തൊരു ഗുരു വന്നാലും ആ ഗുരു നമ്മളുടെ അകത്തുള്ള വിവേകം സമ്മതിച്ചിട്ടാണ് നമ്മൾ അദ്ദേഹം എന്റെ ഗുരുവാണെന്ന് പറയണത്. അതുപോലെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, അധ്യാത്മ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾ ഇത് എനിക്ക് ഗുരുവാണ് എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാ? അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉപദേശിച്ചാൽ മതിയല്ലോ. അപ്പോ ഒരിടത്ത് തീരുമാനമെത്തുന്നത് തന്നെ വിവേകം കൊണ്ടാണ്. അപ്പൊ വിവേകത്തിനാണ് പ്രാമുഖ്യം, ഗുരുവിനല്ല. ആ വിവേകം വഴി കാണിച്ചു തരുന്നു. വിവേകത്തിൽ ഗൂഢമായി കിടക്കുന്ന ജ്ഞാനത്തിനെ വാചികമായി പറയുന്നത് കൊണ്ട് മാത്രം ഒരാളെ ഗുരുവാണെന്ന് അംഗീകരിക്കുകയാണ്. ക്രമേണ ആ ബാഹ്യഗുരു ആന്തരികമായ വിവേകത്തിനെ നല്ലവണ്ണം തെളിച്ചു വിട്ടു കഴിഞ്ഞാൽ ആ ഗുരുവിന്റെ പണി കഴിഞ്ഞു. പിന്നെ ഈ വിവേകം കൊണ്ടുവേണം, ഈ വിവേകമാവുന്ന ഗുരുവിനെ ആശ്രയിച്ചുകൊണ്ടുവേണം ജീവൻ നമ്മള് സത്യദർശനം നേടേണ്ടത്, ഭഗവത് പ്രാപ്തി നേടേണ്ടത്, കൃതകൃത്യത നേടേണ്ടത്. അപ്പൊ ആന്തരികമായ വിവേകം ആണ് ജ്ഞാനം എന്നുള്ള വാക്ക്. ആ വിവേകം കൊണ്ട് അജ്ഞാനം നീങ്ങുമ്പോൾ വിവേകം എന്തു പറഞ്ഞു തരുന്നു? നമ്മൾക്ക് കിട്ടുന്ന ദ്രവ്യങ്ങളും ആ ദ്രവ്യങ്ങളെ അനുഭവിക്കുന്ന നമ്മളുടെ ദേഹവും ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം തന്നെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളതും നഷ്ടപ്പെട്ടു പോകുന്നതുമായ വസ്തുക്കളാണ്. പക്ഷെ നമ്മളുടെ അഹം, ഞാൻ എന്ന അനുഭവം, ആ അനുഭവം ഒരിടത്തുനിന്നും വന്നതല്ല, ഒരിക്കലും അത് ഇല്ലാതാവാനും പോകുന്നില്ല. പുറത്തുനിന്ന് വരുന്ന ദ്രവ്യങ്ങളൊക്കെ അസ്തമിച്ചു പോകുന്നു. ദീപാവലിക്ക് ഉണ്ടാക്കിയ മധുരപലഹാരങ്ങളൊക്കെ തീർന്നുപോയി. അത് തിന്നിട്ട് നാവിലുണ്ടായ രുചിയൊക്കെ കഴിഞ്ഞുപോയി. അത് ഭുജിക്കുന്ന ശരീരം തന്നെ തീർന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ശരീരം പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു, തീർന്നു പോകും, ഒരു ദിവസം കഴിഞ്ഞു പോകും. നമ്മളുടെ ബുദ്ധി, മനസ്സെല്ലാം കഴിഞ്ഞു പോകും. തീർന്നു പോവാത്ത സാധനമേ ഇല്ല പ്രകൃതിയിൽ. എന്നാൽ നമ്മൾ തീർന്നു പോണില്ല, നമ്മൾ കഴിഞ്ഞു പോണില്ല. നമ്മൾ നിത്യനിരന്തരം ഉണ്ട്. നാസത്തോ വിദ്യത്തെ ഭാവഃ, പിന്നെയോ ന അഭാവോ വിദ്യത്തെ സതഃ. സത്തിന് അഭാവമില്ല, അസത്തിന് ഭാവമില്ല എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആദൗ അന്തേച്ച എന്നാസ്തി വർത്തമാനേപി തത്തഥാന്ന്. ശരീരം മനസ്സൊക്കെ തന്നെ കുറച്ചു മുമ്പ് ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഉണ്ട്, ഇനി കുറച്ചു കഴിഞ്ഞാൽ ഇല്ലാതാവാൻ പോണു. അങ്ങനെ മുമ്പില്ലാതെ പിന്നീടില്ലാതെ നടുവിൽ കാണുന്നതൊക്കെ തന്നെ വാസ്തവത്തിൽ ഇല്ലാത്തതാണെന്നാണ്. അപ്പൊ എല്ലാം കഴിഞ്ഞു പോകുന്നു.
കഴിഞ്ഞു പോകാത്തതും തീർന്നു പോകാത്തതും അവ്യയം വ്യയമാകാത്തതുമായിട്ടുള്ളതാണ് നമ്മളുടെ അസ്തിത്വം. ഈ അസ്തിത്വത്തിനെ സാധന കൊണ്ട് പിടിക്കാൻ പറ്റില്ല, പൂജ കൊണ്ട് പിടിക്കാൻ പറ്റില്ല, ധ്യാനം കൊണ്ട് പിടിക്കാൻ പറ്റില്ല. ഈ അസ്തിത്വത്തിനെ വിവേകം കൊണ്ട് മാത്രമേ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. പൂജയും ഭക്തിയും സാധനയും വിചാരവും ശാസ്ത്രം പഠിക്കലും എല്ലാം നമ്മൾക്ക് ശ്രദ്ധയെ ഉണർത്തി വിവേകത്തിനെ ഉണർത്തി ഈ എപ്പോഴും നമുക്ക് കിട്ടിയിട്ടുള്ളതായിട്ടുള്ള സത്യത്തിനെ നമ്മൾക്ക് അനുഭവപ്പെടുത്തി തരാൻ വേണ്ടി മാത്രമാണ്. സത്യം എപ്പോഴും കിട്ടിയിട്ടുണ്ട്, അതിനെ കിട്ടിയിട്ടുള്ളതിനെ അനുഭവപ്പെടുത്തി തരികയാണ്. Every moment you revert back, you experience. You become extrovert, you lose it. എപ്പോഴും തിരിച്ച് അതിലേക്ക് വരൂ ഉണ്ട്. ക്ഷണത്തിൽ അതിൽ നിന്ന് വിട്ടുമാറൂ പോയി. അപ്പൊ ഓരോ ക്ഷണവും സത്തിലേക്ക് വരുമ്പോഴൊക്കെ തന്നെ സത്തിനെ അനുഭവിക്കാം. ആ സത്തിനെ എങ്ങനെ അനുഭവിക്കണം? ഭഗവാൻ പറഞ്ഞു തദ്ബുദ്ധയാ. ബുദ്ധി എന്ന് വെച്ചാൽ അധ്യവസായ ലക്ഷണ ബുദ്ധി എന്നാണ് ലക്ഷണം. അതായത് തീരുമാനിക്കാനുള്ള പവർ, അന്തർമുഖമായി തീരുമാനിക്കാനുള്ള പവർ, അകമുഖമായി വിചാരം ചെയ്ത് തീരുമാനിച്ച് ഉറപ്പിക്കുന്ന പവറാണ് ബുദ്ധി. അധ്യാത്മത്തിൽ ബുദ്ധി എന്ത് ചെയ്യുന്നു? രാവിലത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞു ബുദ്ധിർഭവാനി അല്ലേ, ചിത്ശക്തിയാണ് ബുദ്ധി എന്ന് പറഞ്ഞു രാവിലെ നമ്മൾ കാശി പഞ്ചകത്തിലും. ബുദ്ധിർഭവാനി, ആ ബുദ്ധി അന്തർമുഖമാവുമ്പോഴാണ് അതിന് ഭവാനി എന്ന് പേര്. ബഹിർമുഖമാവുമ്പോ അവൾ കാളി, ഭദ്രകാളിയാണ്. അവളുടെ കാൽ ചുവട്ടിൽ ശിവൻ ശവമായി കിടക്കുകയാണ്. കാളിയുടെ ചിത്രം കണ്ടിട്ടുണ്ടോ? നാവ് നീട്ടി കാൽ ചുവട്ടിൽ ശിവനെ ശവമാക്കി കിടത്തിക്കൊണ്ട് നിൽക്കുകയാണ് അവൾ. എന്ന് വെച്ചാൽ ശിവം ശവമായി മാറുന്നത് അവൾ പുറമേക്ക് കാലരൂപിണിയാണ് കാളി. അവൾ അകമേക്ക് തിരിഞ്ഞ് സത്യത്തിലേക്ക് തിരിയുമ്പോഴാണ് ഭവാനി എന്ന് പേര്. അപ്പോ അവൾ ബുദ്ധി എന്നും പേര് അവൾക്ക്. മേധ, ബുദ്ധി എന്നൊക്കെ പേര്. അപ്പൊ ആ ബുദ്ധി തീരുമാനിക്കുന്ന രൂപത്തോടു കൂടിയാ. എന്ത് തീരുമാനിക്കുന്നു? വളരെ സൂക്ഷ്മമായി അദ്ഭുതമായ ഒരു ശക്തി ഈ ബുദ്ധി ആർജിക്കുന്നു തപസ്സുകൊണ്ട്, ജപതപാദികൾ കൊണ്ടും സത്സംഗം കൊണ്ടും സാത്വിക ഭക്ഷണം കൊണ്ടും മഹത്കൃപ കൊണ്ടും. നമ്മളുടെ ഈ ഓർഡിനറി ബ്രെയിൻ, ലോകവിഷയങ്ങളൊക്കെ പഠിക്കുന്ന ബുദ്ധി, ഒന്നും രണ്ടെന്ന് തുടങ്ങിയ ബുദ്ധി, അത് അന്തർമുഖമായി അതൊരു അസാമാന്യ വൈഭവത്തിനെ നേടുന്നു. എന്താ വൈഭവം എന്ന് വെച്ചാൽ നമ്മൾക്ക് മരണമില്ലെന്നും നമ്മൾ നിത്യവസ്തുവാണെന്നും നമ്മൾ അമൃതസ്വരൂപികളാണെന്നും ശാന്തി നമ്മളുടെ ഉറവിടത്തിലുണ്ടെന്നും നിത്യനിരന്തരമായ സത്യമാണ് നമ്മളെന്നും ഒക്കെ തന്നെ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറം പോയി ഒന്നിനെ കണ്ടിട്ട് എത്തി നോക്കിയിട്ട് ഉറപ്പിച്ചിട്ട് വരും ആ ബുദ്ധി. വിചാരാത് തീക്ഷ്ണതാമേത്യ ധീഹി പശ്യതി പരം പദം. യോഗവാസിഷ്ഠം പറയാ വിചാരാത് തീക്ഷ്ണതാമേത്യം. അതായത് ഈ റോക്കറ്റൊക്കെ വിടുമ്പോ, നമ്മളുടെ വിശ്വനാഥ മാമ റോക്കറ്റ് വിട്ടിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോ റോക്കറ്റൊക്കെ വിടുമ്പോ അതിന് ഒരു പറയണത് ഗ്രാവിറ്റേഷണൽ പുൾ, ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയുടെ പുറത്തു പോകണമെങ്കിൽ ഭയങ്കര സ്പീഡിൽ പോകണം. എസ്കേപ്പ് വെലോസിറ്റി എന്നാണ് പറയുന്നത്. അതായത് അത് രക്ഷപ്പെടാനുള്ള വെലോസിറ്റി വേണം അതിന് പുറത്തു പോവാൻ. ആ ഗുരുത്വാകർഷണ ശക്തിയിൽ പിടിപെടാതിരിക്കാൻ അത്രയും വേഗത്തിൽ പോയിട്ട് അത് സ്പേസിലേക്ക് പോകും. അപ്പൊ പിന്നെ പോയി കഴിഞ്ഞാൽ അവിടെ പോയി ചുറ്റും. അതുപോലെ നമ്മളുടെ ബുദ്ധിയും അതിതീക്ഷ്ണവും സൂക്ഷ്മവും ശുദ്ധവുമായി തീർന്നു കഴിയുമ്പോ, ഇന്ന് രാവിലെ പറഞ്ഞു ബുദ്ധി മന്ദബുദ്ധി ഒന്നുണ്ട്, അത് നമ്മൾ കണക്കെടുക്കണില്ലേ അവിടെ. പിന്നെ ശുദ്ധബുദ്ധി, സൂക്ഷ്മബുദ്ധി, തീക്ഷ്ണബുദ്ധി, പിന്നെന്താ സ്ഥൂലബുദ്ധി. സ്ഥൂലബുദ്ധി
സൂക്ഷ്മബുദ്ധി, ശുദ്ധബുദ്ധി, തീക്ഷ്ണബുദ്ധി, മന്ദബുദ്ധി, ഇങ്ങനെ 5 വിധത്തിൽ കണക്കാക്കാം. അപ്പോ മന്ദബുദ്ധിയെ നമ്മൾ ചിരിക്കാൻ പാടില്ല. ഭാഗവതം പറയണത് മെജോറിറ്റി അതിൽ പെടും എന്നാണ്. മന്ദാഹ സുമന്ദമതയ മന്ദഭാഗ്യാഹി ഉപദ്രുതാഹ. എല്ലാരും ഇപ്പൊ മന്ദബുദ്ധി ട്രൗസർ ഇട്ടിട്ടാണല്ലോ നടക്കണത്. പണ്ടൊക്കെ മെന്റലി റിട്ടാർഡഡ് ഹോംസിൽ അവര് മാത്രമേ ധരിക്കുള്ളൂ. ഇപ്പൊ എല്ലാരും അവരായിട്ട് തന്നെ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ മന്ദബുദ്ധികളാണെന്ന്. അപ്പോ മന്ദാഹ എന്താന്ന് വെച്ചാൽ സ്ലോ, ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ട്യൂബ് ലൈറ്റ് എന്ന് പറയില്ലേ നമ്മൾ, പതുക്കെ. അപ്പൊ സൂക്ഷ്മബുദ്ധി, ശുദ്ധബുദ്ധി, അതൊക്കെ രാവിലെ പറഞ്ഞതാണ്, അപ്പൊ ഇപ്പൊ റിപ്പീറ്റ് ചെയ്യണില്ല. അപ്പൊ ശുദ്ധബുദ്ധി, സൂക്ഷ്മബുദ്ധി, ബുദ്ധി വളരെ സൂക്ഷ്മമാവുമ്പോ അതിന് അസാമാന്യ വൈഭവം ഏർപ്പെടുന്നു. ഇറ്റ് ബിക്കംസ് വെരി റിഫൈൻഡ് and gains velocity to escape. ശരീരത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ, പ്രപഞ്ചത്തിന്റെ പിടിയിൽ നിന്നും അതിനാണ് നമ്മൾ സമാധി എന്ന് പറയണത്. ധ്യാനം കൊണ്ടും യോഗസാധനകൾ കൊണ്ടും ചിത്തം ശുദ്ധമാവുമ്പോ, സമാധി എന്ന് പറയുമ്പോൾ ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, എല്ലാം മറന്നുപോയിട്ട് മൂർച്ഛിച്ച് വീഴുക, അതൊക്കെ ഭാവസമാധിയാണ്, ജ്ഞാനസമാധിയല്ല. ഭാവസമാധി കൊണ്ടൊന്നും ജ്ഞാനം തെളിയില്ല. ചിലരൊക്കെ ഭജനയൊക്കെ പാടുമ്പോ മൂർച്ഛിച്ചങ്ങോട്ട് ചോട്ടലേക്ക് വീഴും. അതൊന്നും ഭാവസമാധിയൊന്നും ജ്ഞാനത്തിന് കാരണമാവില്ല. അതൊക്കെ ഇമോഷണൽ അപ്സർജ് കൊണ്ടുവരുന്നതാണ്. ഇത് ബുദ്ധി ചിത്ശക്തിയായിട്ട് മാറുന്ന അത്യഗാധമായ ഒരു സ്ഥിതി. അവിടെ നമുക്കതിനൊക്കെ യോഗ്യത എല്ലാവർക്കും ഉണ്ട്. നമ്മളുടെ ചര്യ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും ശുദ്ധവും നാഡിയും ഒക്കെ ശുദ്ധമാവുമ്പോ, ശരീരവും നാഡിയും ഒക്കെ ശുദ്ധമാവുമ്പോ ബുദ്ധിയിൽ ഈ സൂക്ഷ്മത വരികയും ബുദ്ധി പതുക്കെ തന്നിൽ തന്നെ തനിക്ക് പുറകിലുള്ള നിശ്ചലമായ അധിഷ്ഠാനത്തെ കാണുകയും, ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം എന്ന് ഭഗവാൻ പറഞ്ഞു. ഇന്ദ്രിയങ്ങൾക്കൊക്കെ മൂലകാരണമായി ഉള്ള നിശ്ചലമായ സത്തയെ, ഒരു ക്വൈറ്റിറ്റ്യൂഡ്, ഒരു നിശ്ചലത, ചിലപ്പോ യോഗം കൊണ്ടായിരിക്കും. നാമം ജപിച്ചിട്ടൊക്കെ മനസ്സങ്ങനെ നിശ്ചലമാവുമ്പോഴായിരിക്കും നമ്മൾ കാണുക, ഉള്ളിൽ നമ്മൾ മനസ്സിനെ നിശ്ചലമാക്കിയപ്പോ നമ്മൾ കാണും ഉള്ളിൽ എപ്പോഴും നിശ്ചലമായ ഒരു അധിഷ്ഠാനം ഉണ്ട് എന്ന് കാണും. അങ്ങനെയൊക്കെയാണ് ചിലപ്പോ നാമജപം കൊണ്ടൊക്കെ തന്നെ ആത്മസാക്ഷാത്കാരം നേടുന്നത്. ജപമൊക്കെ ചെയ്തിട്ടും രൂപധ്യാനം ചെയ്തിട്ടും അല്ലെങ്കിൽ ഏകാന്തത്തിലോ ഇരുന്നിട്ടും ഒക്കെ പതുക്കെ പതുക്കെ ചിത്തവൃത്തികളെ അടക്കി ശാന്തം ചെയ്യുമ്പോ അതിനു പുറകിൽ എപ്പോഴും ശാന്തമായ നിശ്ചലമായ ഒരു വസ്തു കാത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണും. കണ്ടു കഴിഞ്ഞാൽ അതിനെ തീരുമാനിച്ച് ഉറപ്പിച്ച് അതാണ് നമ്മളുടെ സ്വരൂപം, അവിടെയാണ് നമ്മളുടെ വീട് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞു. ഇവിടെ വന്നിട്ട് ഒരു ലോഡ്ജ് എടുത്തിട്ട് ബാഗൊക്കെ വെച്ച് കഴിഞ്ഞാൽ ടൗൺ ചുറ്റാൻ സ്വസ്ഥമായിട്ട് പോവാം. അതുപോലെ യു ഹാവ് ഫൗണ്ട് എ ഹോം, എ റെസ്റ്റിംഗ് പ്ലേസ്. അതാണ് തദ്ബുദ്ധയ. ബുദ്ധി കൊണ്ട് അവിടെ തീരുമാനിച്ചു, അതാണ് ഞാൻ. അവിടെ ഏതൊരു നിശ്ചലതയുണ്ടോ ആ നിശ്ചലതയാണ് എന്റെ സ്വരൂപം. പിന്നെയോ തദാത്മാനഃ, മനസ്സുകൊണ്ട് പതുക്കെ പതുക്കെ ധ്യാനിക്കണം. മനസ്സുകൊണ്ട് 2 വിധത്തിൽ ധ്യാനിക്കും. ഒന്ന് യോഗപരമായും മറ്റൊന്ന് ജ്ഞാനപരമായും. യോഗപരമായി ധ്യാനിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ശാസ്ത്രങ്ങളിൽ നിന്നും ഉപനിഷത്തിൽ നിന്നും വേദാന്ത ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ കേട്ടിട്ട് ഞാൻ ബ്രഹ്മമാണ്, ആത്മാവാണ്, നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമായ വസ്തുവാണ്, ഉള്ളിലും പുറത്തുമൊക്കെ ആകാശം പോലെ വ്യാപിച്ചു നിൽക്കുന്ന വസ്തുവാണ്, രണ്ടാമതൊരു വസ്തുവില്ല, ശിവോഹം ശിവോഹം, ഞാൻ ശുദ്ധ ശിവമാണ്, യാതൊരു കളങ്കവും എന്നെ ബാധിക്കില്ല, ശരീരവുമായി എനിക്ക് സംബന്ധമില്ല, ആകാശം പോലെ നിറഞ്ഞു നിൽക്കുന്ന വസ്തുവാണ് ഞാൻ, ഒന്നിനോടും സംഘം എനിക്കില്ല, അസംഗോഹം 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 പുനഃപുനഃ സച്ചിദാനന്ദരൂപോഹം അഹമേവാഹമവ്യയ മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം ന ച ശ്രോത്ര ജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച വ്യോമ ഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഇങ്ങനെയൊക്കെ ഭാവനാപരമായി ധ്യാനിക്കുന്നത് തദാത്മാനഃ. മറ്റൊന്ന് വിചാരപരമായ ധ്യാനമാണ്. അതിൽ ഈ ഭാവനയില്ല.
അവിടെ ഇൻസൈറ്റാണ്. നല്ലവണ്ണം ഞാൻ ആരാണ്, ഞാൻ എവിടെ ഉദിക്കണു എന്ന് ശ്രദ്ധിച്ച് ഞാൻ ഉദിക്കുന്ന സ്ഥലത്ത് അസ്തമിക്കുമ്പോ അവിടെ എപ്പോഴും നിത്യനിരന്തരമായിട്ടുള്ള ഉണ്മ, അസ്തിത്വം ഉള്ള വസ്തുവിനെ അകമുഖമായി ആരാഞ്ഞ് കാണുമ്പോ കണ്ടതിൽ വീണ്ടും വീണ്ടും ചെന്ന് അതാണ് ഞാനെന്ന അഭിമാനത്തോടുകൂടി ഇരിക്കലാണ് തദാത്മാന. ഇങ്ങനെ പലമുറ ആ സ്വാത്മതീർത്ഥത്തിൽ കുളിച്ചു കഴിയുമ്പോ മനോനിവൃത്തി പരമോപശാന്തി സാ തീർത്ഥവർയ മണികർണികാച്ച് ജ്ഞാനപ്രവാഹ വിമലാദിഗംഗ സാകാശികാഹം നിജബോധരൂപ. ഈ ശ്ലോകമൊക്കെ തന്നെ തദാത്മാന ആണ്. വീണ്ടും വീണ്ടും ധ്യാനിക്കലാണ്. മനസ്സ് നിവൃത്തമായി ഉപശാന്തി പരമോപശാന്തി നിശ്ചലമായി നിൽക്കും. അങ്ങനെ ക്രമേണ തന്നിഷ്ഠാഹ അതിൽ തന്നെ നിഷ്ഠയായി തീർന്നു. ശരീരത്തിൽ ഇല്ല അയാള് ലോകത്തിലൊക്കെ സഞ്ചരിക്കാൻ തുടങ്ങിയാലും പ്രവർത്തിക്കുമ്പോഴും ഒക്കെ തന്നെ ശരീരം ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നാലും അയാൾ ആത്മാവിൽ തന്നെ നിഷ്ഠനാണ്. മറ്റുള്ളവരുടെ കണ്ണിൽ അയാൾ ദേഹിയെ പോലെ തോന്നുമെങ്കിലും അയാളുടെ ദൃഷ്ടിയിൽ അയാൾ ദേഹമേ അല്ല. അയാളുടെ ദൃഷ്ടിയിൽ ശരീരമില്ല എന്നാണ്. ഒരു മഹാപുരുഷൻ വയസ്സുകാലത്ത് ശരീര അസ്വാസ്ഥ്യമൊക്കെ വന്നിരിക്കുമ്പോ അദ്ദേഹത്തിനെ കാണാൻ ചെന്നപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, വാർദ്ധക്യാവും തോറും ശരീരത്തിന് രോഗങ്ങളൊക്കെ വരും തോറും ആളുകളൊക്കെ വന്ന് എന്നോട് അങ്ങക്ക് എങ്ങനെ ഇരിക്കുന്നു, സുഖേട് വിഷമമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കും തോറും എനിക്ക് കൂടുതൽ കൂടുതൽ അനുഭവം തെളിഞ്ഞു വരികയാണ് എനിക്ക് ദേഹമില്ല എന്നാണ്. ആസ്പത്രിയിൽ ഇരിക്കുമ്പോഴാ പറയുന്നത്. നമ്മളൊക്കെ ആസ്പത്രിയിൽ കിടക്കുമ്പോ ആളുകൾ വന്ന് ചോദിക്കുമ്പോ എന്തൊക്കെ പറയുമില്ലേ, അപ്പൊ കുഴപ്പമില്ല എന്നാലും അന്ന് പറയാനായിട്ടില്ല, ഇങ്ങനെ പോണു, കഷ്ടകാലം, വേദനിപ്പിക്കണു, വിഷമിക്കണു, നോക്കാൻ ആളുകളില്ല, മക്കൾ പറഞ്ഞാൽ കേൾക്കണില്ല. അതേ നമ്മളെപ്പോലെ തന്നെ ശരീരം ധരിച്ച ഒരാള് ആസ്പത്രിയിൽ സീരിയസ് ആയിട്ട് ഇരിക്കുമ്പോ പറയുന്നു, വ്യാധി കൂടി വരുംതോറും എനിക്ക് മനസ്സിലാവണു എനിക്ക് ദേഹമില്ല, ദേഹം ഞാനല്ല, ദേഹമില്ല എന്നാണ്. ഇത് പറയണതിലല്ല കാര്യം, ടു റിമെയിൻ ലൈക്ക് ദാറ്റ്. പറയണമെന്നൊന്നുമില്ല, ശാന്തി, ആ ശാന്തമായിട്ടിരുന്നാ മതി. തന്നിഷ്ഠാഹ തത്പരായണാഹ എന്നുവെച്ചാൽ ആ ആത്മധ്യാനം, ആത്മഭജനം, ആ ഭഗവത് ഭജനത്തിൽ തന്നെ പരായണന്മാരായിട്ടിരിക്കുന്നവർ. അവർക്ക് ദേഹത്തിൽ ശ്രദ്ധയില്ല. ചില സാധാരണ ആളുകൾ പോലും ആ സ്റ്റേറ്റിൽ വന്ന് കണ്ടിട്ടുണ്ട്. ഭക്തി കൊണ്ട്, ഭഗവത് ഭക്തി കൊണ്ട് അവസാന കാലത്ത് ശരീരാസ്വാസ്ഥ്യമൊക്കെ ഉള്ളപ്പോഴും അവരുടെ ശ്രദ്ധ മുഴുവൻ എന്തെങ്കിലും ഭഗവത് ധ്യാനത്തിലും നാമം ജപിക്കുന്നതിലും എന്തെങ്കിലുമൊക്കെ ആണ്. അവർക്ക് ശരീരമൊന്നും പ്രശ്നമല്ല. തത്പരായണന്മാരാണ് അവർ, ഭഗവത് പരായണന്മാരാണ്. അവർക്ക് വേറെ ഒന്നും അറിയില്ല. തന്നിഷ്ഠാഹ തത്പരായണാഹ, അതായത് ശരീരം അവരെ വിട്ടുപോകുന്നതിന് മുമ്പ് അവർ ശരീരം വിട്ടുകഴിഞ്ഞു. പരീക്ഷിത്ത് പറയുന്നു ശ്രീ ശുകബ്രഹ്മ മഹർഷിയോട്, അങ്ങ് എനിക്ക് അനുമതി തരൂ, ഞാൻ ഈ ശരീരത്തിൽ നിന്നും പിൻവാങ്ങട്ടെ, അവിടുന്ന് എനിക്ക് അനുഗ്രഹം ചെയ്യൂ, ഈ ശരീരത്തിനെ തക്ഷകൻ എടുത്തുകൊണ്ടുപോകുന്നതിന് മുമ്പ് ഞാൻ ഈ ശരീരത്തിൽ നിന്നും ലെറ്റ് മീ വിത്ഡ്രോ. തന്നിഷ്ഠാഹ തത്പരായണാഹ. നമുക്കിതൊക്കെ ഇപ്പൊ കേൾക്കുമ്പോ ഏകദേശം വാർദ്ധക്യമായ ആളുകൾക്കൊക്കെ തോന്നും അങ്ങനെ ഒരു സ്ഥിതി വന്നാ വേണ്ടില്ല എന്ന് തോന്നും അല്ലെ. എല്ലാവർക്കും പേടിയുള്ളതാണ് മരണത്തിനെയും മറ്റുമൊക്കെ. അപ്പൊ നമ്മൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, ഒരുപക്ഷെ ഇങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഹൃദയത്തിൽ ആഴത്തിൽ നിന്നും ആഗ്രഹിച്ചാൽ മതി. കാരണം ഈ അന്തര്യാമിക്ക് സഹജമായിട്ട് നാച്ചുറലായിട്ട് തന്നെ ദേഹത്തിനോട് ബന്ധമില്ല. ഇറ്റ് ഈസ് ഓൺലി അസ്യൂംഡ് റിലേഷൻഷിപ്പ്. ഇറ്റ് ഈസ് നോട്ട് റിയൽ റിലേഷൻഷിപ്പ്. റിയലി ബോഡി ഹാസ് നോ റിലേഷൻഷിപ്പ് വിത്ത് സെൽഫ്. സുഷുപ്തിയിൽ അതുകൊണ്ടാണ് ദിവസവും വിട്ടുപോകുന്നത്. അത് ഭഗവാൻ രമണ ഭഗവാൻ ടോക്സിലൊരിടത്ത് പറയുന്നു, ഷുഡ് ബി നോട്ട് റിനൗൺസ് ദ ബോഡി കോൺഷ്യസ്ലി. അപ്പൊ ഭഗവാൻ അവിടെ ഒരു വാക്ക് പറയുന്നു, വളരെ അവ്യക്തമാണ്. നമ്മൾ ആ സ്ഥിതിയിൽ പോയാലേ ആ വാക്കിന്റെ പ്രൊഫോണ്ടിറ്റി മനസ്സിലാവുള്ളൂ, ആഴം മനസ്സിലാവുള്ളൂ. ഭഗവാൻ പറയുന്നു, ദ സെൽഫ് ഹാസ് ഓൾറെഡി റിനൗൺസ്ഡ് ഇറ്റ്. യു നീഡ് നോട്ട് റിനൗൺസ്.
The self has already renounced the body. Just know that. അറിഞ്ഞാ മതി. ആത്മാവ് ശരീരത്തിനെ എന്നോ ഉപേക്ഷിച്ചു കഴിഞ്ഞു എന്ന് വെച്ചാൽ ആത്മാവിന് ശരീരവുമായി സംബന്ധമേ ഇല്ല. അസംഗോഹി അയം പുരുഷ എന്നാണ് ശ്രുതി. അതുകൊണ്ട് നമ്മളുടെ മനസ്സാണ് ദേഹവുമായി ബന്ധം സ്ഥാപിച്ചു. പൂർവജന്മങ്ങൾ തൊട്ട് ബന്ധം സ്ഥാപിച്ച് ഈ ജന്മത്തിലും അല്പം സ്ഥാപിച്ചതിനെ ബന്ധുക്കളും കൂട്ടുകാരും സമൂഹവും വൈദ്യശാസ്ത്രവും എല്ലാവരും കൂടെ ചേർന്നിട്ട് കൂടുതൽ ആഴത്തിലാക്കി ഭയപ്പെടുത്തി ഈ ദേഹത്തിലാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് നമ്മളെ പിടിച്ചു കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ തിരിച്ചു പോവാൻ വഴി അറിയണില്ല. നമ്മളൊരു വിഷമഘട്ടത്തിലാണ്. പക്ഷെ ഇത് കേൾക്കുമ്പോ തോന്നുന്നു നമ്മൾക്കും മരണത്തിന് മുമ്പിൽ എങ്ങനെയെങ്കിലുമൊക്കെ ആ ശാന്തമായി ദേഹത്തിന്റെ വിഷമങ്ങളൊന്നും നമ്മളെ ബാധിക്കാത്ത സ്ഥിതിയിൽ എത്തിയാ വേണ്ടില്ല എന്നൊരു ആഗ്രഹം തോന്നുന്നു. പലർക്കുണ്ട്. വയസ്സായവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇതാണ് നമുക്ക് വേണ്ടത് ഇനിമേലാൽ എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഇത്രയും ചെയ്താൽ മതി. ഭഗവാനെ ഇങ്ങനൊരു സ്ഥിതി എന്ന് ഭഗവാൻ പറയണമല്ലോ. ഋഷികളൊക്കെ ഇത് അസാധ്യമാണെങ്കിൽ പറയുമോ? മാത്രമല്ല ഋഷികൾ ഇതൊക്കെ പറയുന്നു, ഇതൊക്കെ എഴുതി വച്ചിരിക്കുന്നു, ഇതൊക്കെ സത്സംഗങ്ങളിലും പറയപ്പെടുന്നു. ഇതൊക്കെ കേൾക്കാനുള്ള ഒരു പ്രാരബ്ധം ഭഗവാൻ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ എനിക്ക് ഒരുപക്ഷെ വിചാരിച്ചാൽ ഇത് സാധിക്കുമെന്നുള്ളത് കൊണ്ടായിരിക്കണം. അതുകൊണ്ട് ഇതെനിക്ക് സാധിച്ചു തരണം. എനിക്ക് എങ്ങനെങ്കിലുമൊക്കെ ഈ ദേഹസംബന്ധം വിട്ടുപോകണം. ദേഹവുമായിട്ടുള്ള വേദനയും വിഷമങ്ങളും എന്നെ ബാധിക്കരുത്. ഞാൻ ആത്മാവാണെന്നും എപ്പോഴും ഉള്ള വസ്തുവാണെന്നും ഒക്കെ ശാസ്ത്രം എന്തൊക്കെയോ പറയണുണ്ടല്ലോ. അതൊന്നും എനിക്ക് മനസ്സിലാവണില്ല. പക്ഷെ എനിക്ക് അനുഭവം വേണം. ഇത്രയും തീവ്രമായി പ്രബലമായി ആശിച്ചാൽ മതി. അസാരേ സംസാരേ നിജഭജന ദൂരേ ജഡധിയാ ഭ്രമന്തം മാമന്ധം പരമകൃപയാ പാതും ഉചിതം മദന്യഃ കോ ദീനഃ തവ കൃപണരക്ഷാദിനിപുണഃ ത്വദന്യഃ കോ വാമേ ത്രിജഗതി ശരണ്യഃ പശുപതേ. ഭഗവാനെ, ഒരു സാരവുമില്ലാത്ത ഈ സംസാരത്തിലെ അസാരേ സംസാരേ നിജഭജന ദൂരെ, ആത്മവിചാരത്തിൽ നിന്നും വളരെ ദൂരത്തിൽ പോയി ജഡധിയാ ഭ്രമന്തം, ജഡമായ ബുദ്ധി, ജഡശരീരമാണ് ഞാനെന്നുള്ള ഭ്രമത്തോടുകൂടെ ഞാൻ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. മാം അന്ധം, ഞാനൊരു പൊട്ടക്കണ്ണൻ, ദൃഷ്ടിയില്ലാത്തവൻ. പരമകൃപയാ പാതും ഉചിതം. ഇപ്പൊ എന്നെ രക്ഷിക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റ വകുപ്പേ ഉള്ളൂ, പരമകൃപ. എന്റെ യോഗ്യത നോക്കിയിട്ട് രക്ഷിക്കാൻ പറ്റില്ല. ഒരു പയ്യൻ പരീക്ഷ പേപ്പറിൽ എഴുതിയത്രേ ടീച്ചറുടെ അടുത്ത്, നിങ്ങളുടെ മകനോ പേരക്കുട്ടിയാണോ എന്തെങ്കിലുമൊക്കെ ധരിച്ചിട്ട് എനിക്ക് മാർക്ക് ഇട്ട് തരണം, എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാക്കി വിടണം. 5-8 വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട് ഒരു രക്ഷയില്ല. ഞാൻ പഠിച്ചിട്ട് ഇനി പാസ്സാവണ വകുപ്പൊന്നും കാണാനില്ല, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പാസ്സാക്കി തരണം എന്നാണ്. പരമകൃപയാ പാതും ഉചിതം മദന്യഃ കോ ദീനഃ. എന്നെക്കാളും വലിയ ദീനൻ ആരാ ഉള്ളത്? എന്താന്ന് വെച്ചാൽ ജന്മജന്മങ്ങളായി തുടങ്ങി ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ, രാവണൻ, കുംഭകർണൻ, ശിശുപാലൻ, ദന്തഭക്തരൻ, ഇവരെയൊക്കെ ഒരു അമ്പലം കെട്ടി പൂജിച്ചാൽ വേണ്ടില്ല. കാരണം 3 ജന്മം തിരിച്ചുപോയി. നമ്മൾ തുടങ്ങിയിട്ട് കച്ചവടം തുടങ്ങിയിട്ട് കാലം കുറേയായി. പരമകൃപയാ പാതും ഉചിതം മദന്യഃ കോ ദീനഃ തവ. അപ്പൊ ഈ ദീനന് എന്താ വഴി? കൃപണരക്ഷാതി നിപുണഃ. ഒരിടത്തും രക്ഷപ്പെടാത്ത കേസ് കൊണ്ടുപോയിട്ട് ഒരു ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി വിടുമ്പോ ഇനിയിപ്പോ ഡോക്ടറുടെ കയ്യിൽ അൺകണ്ടീഷണൽ ആയിട്ട് എഴുതി ഒപ്പിട്ട് കൊടുക്കുകയാണ് അല്ലെ, എന്തായാലും കേസെടുക്കില്ല. തവ കൃപണരക്ഷാതി നിപുണഃ ത്വദന്യഃ കോ വാമേ. അങ്ങേ തവരെ എനിക്ക് വേറെ ആരാ ഉള്ളത്? അങ്ങല്ലാതെ എനിക്ക് വേറെ ആരാ ഉള്ളത്? പരമകൃപയാ പാതും ഉചിതം, എന്നെ രക്ഷിക്കണം. ഇതൊക്കെ ആരുടെ അടുത്ത് പറയണു? ഉള്ളിൽ തന്നെ പ്രബലമായി സങ്കല്പം ഉണരുന്നുണ്ടല്ലോ, അതാണ് ഭക്തി. സങ്കല്പമാണ് ശക്തി. ആ സങ്കല്പം ഉള്ളിൽ ഉണ്ടാവുമ്പോ ആ സങ്കല്പം കൊണ്ട് തന്നെ അന്തര്യാമി ദേഹസംബന്ധ ചിജ്ജടഗ്രന്ഥിയെ ഉപേക്ഷിക്കും. അങ്ങനെ പ്രബലമായിട്ട് ഉള്ളിൽ സങ്കല്പിക്കുക, പ്രബലമായിട്ട് ഉള്ളിൽ ആശിക്കുക, അതിനുവേണ്ടി കരയുക. രാമകൃഷ്ണദേവൻ പറയും, എന്തിനൊക്കെ വേണ്ടി ആളുകൾ കരയണം?
പണം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരയണു, ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ് കഴിയുന്നു, കല്യാണം കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് കരയുന്നു, കുട്ടികൾ ഉണ്ടായില്ല എന്ന് പറഞ്ഞ് കരയണു. ഭഗവാനെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരയണവരാരെയും ഞാൻ കണ്ടില്ല ലോകത്തിലെന്ന്. ഈശ്വര സാക്ഷാത്കാരം ഉണ്ടായില്ലെന്ന് കരയുന്നവരെ ആരെയും കാണുന്നില്ല. ഈശ്വരന്റെ മുമ്പിൽ പോയിട്ട് ചിലര് കരയണമൊക്കെ ഉണ്ട്. അതെന്താന്ന് വെച്ചാ, ഗുരുവായൂരപ്പ, തൊട്ട വീട്ടിലെ മകന് എൻട്രൻസ് പരീക്ഷയിൽ നിറയെ മാർക്ക് കിട്ടിയത്ര എന്റെ മകനും ഉണ്ടല്ലോ, എന്തെങ്കിലും രക്ഷപ്പെടുത്തി തരണം. സങ്കല്പം അതിനാണ് കരഞ്ഞത്, വേറൊന്നുമല്ല. നമ്മൾ കരയണത് കാണുമ്പോൾ ഭക്തിയാണെന്നൊക്കെ വിചാരിക്കും. അപ്പോ ഭക്തിയുണ്ട്. ഭക്തി എൻട്രൻസിനോടാണ്, ഭക്തി മകനോടാണ്, ഭക്തി വ്യാപാരത്തിനോടാണ്, ഭക്തി ജോലിയോടാണ്, പേരക്കുട്ടിയോടാണ്. അതിന് ഭഗവാൻ ഒരു ബ്രോക്കറാണ് നടുവിൽ. ഭഗവാന് വേണ്ടി കരയണവരാരുണ്ട് എന്നാണ്. ഭഗവാന് വേണ്ടി കരഞ്ഞു വിളിക്കുന്നവരാരുണ്ട്? അഴുതാൽ അവനെ പിറലാമേ, മാണിക്യവാചക സ്വാമികൾ പറഞ്ഞു. അഴുതാൽ ഉന്നൈ പിറലാമേ. കരയാന്ന് വെച്ചാൽ എന്താ? ആ പ്രബലമായ സങ്കല്പം വരുമ്പോ ജഡസംബന്ധം ഒഴിഞ്ഞു പോവുകയും ചിത്ത് താനെ പ്രകാശിക്കുകയും ചെയ്യും. രമണ ഭഗവാൻ കരഞ്ഞു. കരുണയാലனை ആണ്ട നീ എനക്കുൻ காட்சி தந்து அருளிலை என்றால் இருணலி உலகில் ஏங்கியே பதைத்து உடல் விடல் என்கதி என்னாம் அருணனைக் காணாது அலருமோ கமலம் அருணனுக்கு அருணனாமன்னி அருணலி சுரந்து அங்கு அருவியாய்ப் பெருகும் அருணமாமலையெனும் அன்பே அன்புரு அருணாச்சல அழன் மெழுகாய் அகத்துனை நினைந்து நைந்து உருகும் அன்பிலி எனக்குன் அன்பினை அருளாது ஆண்டு எனை அழித்திடல் அழகு. ഒരു വാക്കും ടൺ കണക്കിന് വെയിറ്റ് ആണ്. അത്ര ഭക്തിയാണ്. ഭഗവാനെ, എന്നെ അങ്ങയുടെ അടുത്ത് ചേർത്തിട്ടില്ലെങ്കിൽ കരഞ്ഞ് ഞാൻ ഇല്ലാതാവും എന്ന് പറയുന്നു അക്ഷരമണമാലയിൽ. അപ്പോ ആ സങ്കല്പം ഉണ്ടെങ്കിൽ, പ്രബലമായി ഭഗവത് സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള പിടച്ചിലുണ്ടെങ്കിൽ, ആ ഭഗവത് സാക്ഷാത്കാരം എന്താണെന്ന് അറിയേണ്ട ആവശ്യമില്ല. അതാണ് അതിന്റെ ഒരു വൈചിത്ര്യം. ബാക്കിയുള്ളതൊക്കെ ആണെങ്കിൽ അറിയാതെ പറ്റില്ല. നമ്മൾക്ക് ഒരു കാര്യം അറിയണു, ലോകത്തിൽ ദുഃഖമുണ്ട്. ഒരിടത്ത് ഇപ്പൊ പ്രഭാഷണത്തിന് പോകുമ്പോ എന്നെ കാറിൽ കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ടിരുന്ന ഒരാള്, നല്ല ജിജ്ഞാസും. അപ്പോ അദ്ദേഹം ആത്മവിചാരത്തിനെ കുറിച്ചും ആത്മതത്വത്തിനെ കുറിച്ചും ഒക്കെ അന്നത്തെ ലെക്ചർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അദ്ദേഹം എന്നോട് പറയാണ്, அண்ணா, ஆத்மஞானம் அதெல்லாம் கேட்கறதெல்லாம் நல்லா இருக்கு, அதெல்லாம் எனக்கு வேணுமோ வேண்டாமோ, அது வேணுங்கிறது இல்லை, எனக்கு இது வேண்டாം, இந்த ലോകം വേണ്ട. അദ്ദേഹം പറഞ്ഞത്, ആത്മജ്ഞാനം കിട്ടിയോ ഈശ്വര സാക്ഷാത്കാരം കിട്ടിയോ അതല്ല എനിക്ക് ആഗ്രഹം, അവിടെയല്ല. എന്റെ പ്രാമുഖ്യം ഈശ്വര സാക്ഷാത്കാരമോ ആത്മസാക്ഷാത്കാരമോ ജീവൻ മുക്തിയോ നിർവാണമോ അതല്ല. അതെന്താന്ന് എനിക്ക് അറിയൂല, അതിൽ എനിക്കൊരു ഫാസിനേഷനും ഇല്ല. അത് കിട്ടിയോ ഇല്ലയോ പോട്ടെ, എനിക്ക് ഈ ലോകത്തിനെ ഞാൻ ഒരു വിധത്തിൽ ഒന്ന് കണ്ടു, ഈ ലോകം എനിക്ക് വേണ്ട. അപ്പൊ എനിക്ക് വളരെ ആഴത്തിൽ തോന്നി. അടുത്ത ദിവസം പിന്നെ വിഷയം അതായിരുന്നു. അതാണ് ആറ്റിറ്റ്യൂഡ്. മറ്റേത് വെറും ഫാസിനേഷനാണ്. ലോകത്തിൽ പലതും ആയിക്കഴിഞ്ഞു, ഇനിയിപ്പോ അതും കൂടെ കിട്ടിയാൽ വേണ്ടില്ല എന്നാണ്. അത് കിട്ടില്ല, അതങ്ങനെ കിട്ടില്ല. തലയ്ക്ക് തീ പിടിച്ച ആള് വെള്ളം അന്വേഷിച്ചു കൊണ്ടുപോകുന്ന പോലെയാണ് ലോകത്തിൽ ദുഃഖമുണ്ടെന്ന് കാണുന്ന വിവേകി സത്യത്തിനെ അന്വേഷിക്കണത്. ലോകത്തിൽ ദുഃഖമുണ്ടെന്ന് അയാൾ കണ്ടിട്ടേ ഇല്ലെങ്കിൽ പിന്നെ അയാൾ സത്യത്തിന് വെള്ളത്തിന്റെ അടുത്ത് കൊണ്ടുപോയാൽ അയാൾ വെള്ളം കുടിക്കില്ല. പെപ്സി കുടിച്ചോളാ പറയും. അമൃതം പരിത്യജ്യ വിഷം പിബന്തി എന്നാണ്. അപ്പൊ വേണ്ടാന്ന് പറയും. അപ്പൊ ലോകത്തിനോട് വിവേകം ഉണ്ടായി, ഇത് വേണ്ട, ഇവിടെ ദുഃഖമുണ്ട് എന്ന് നല്ലവണ്ണം കണ്ട ചിത്തം എല്ലാം ഞാൻ ആശ്രയിക്കുന്നതൊക്കെ വിട്ടുപോകുന്നു.
നമ്മൾ പിടിക്കുന്ന വസ്തുക്കളൊക്കെ നമ്മൾ ഉപേക്ഷിക്കുന്നു. നമ്മൾ കയറിയിരിക്കുന്ന തോണിയിൽ വെള്ളം കയറണുണ്ട്. അതൊരു ഉദാഹരണമാണ്. തോണി പോണു, തോണിയിൽ ദ്വാരമുണ്ട്, വെള്ളം കയറിക്കൊണ്ടിരിക്കണു. പതുക്കെ പതുക്കെ ഉള്ളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. എത്ര തന്നെ തുണി വെച്ച് അടച്ചാലും അതിനുമേലെ കയറിയിരുന്നാലും ഇടയിൽ കൂടെ വെള്ളം കയറേണ്ട ഉള്ളിലേക്ക്. അപ്പോ തോണി മുങ്ങുന്നതിന് മുമ്പ് അക്കരെ എത്തണം, എങ്ങനെയൊക്കെ പുറത്ത് ചാടണം അല്ലേ? പ്ലവാഹ്യേതേ അദൃഢാഹ എന്നാണ് വേദം പറയണത്. അദൃഢാഹ പ്ലവാഹ ഏതശ്രേയോ യേ അഭിമന്യന്തി മൂഢാഹ ജരാമൃത്യും തേ പുനരേവ അഭിയന്തി. ഇത് ശ്രേയസ്കരമാണെന്നും ഈ തോണി ദ്വാരമുള്ളതാണെങ്കിലും വേണ്ടില്ലേ കുറച്ച് സർക്കിട്ട് അടിക്കാമെന്ന് വിചാരിക്കുന്നവര് ജരാമൃത്യുവിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുമെന്ന്. അപ്പൊ വിവേകം ഉണ്ടായി. തന്നിഷ്ടാഹ തത്പരായണാഹ. ജീവിതത്തിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ. ആ ലക്ഷ്യം എന്താ? ആത്യന്തികമായ ശാന്തി നേടണം, നിർവൃത്തി നേടണം, നിർവാണം, ആത്മസാക്ഷാത്കാരം, ജീവൻ മുക്തി, ജ്ഞാനം എന്നൊക്കെ നമ്മൾ വാക്ക് പറയുമ്പോൾ പലപ്പോഴും ആളുകൾ വിചാരിക്കണം ഇതൊന്നും നമുക്ക് പറ്റില്ല, ഞങ്ങൾക്ക് ഭക്തി മതി എന്നാണ് ആള്. ഭക്തി എന്ന് വെച്ചോളൂ എന്ന പേര്. പക്ഷെ ഭക്തി എന്നുള്ളത് നമ്മളുടെ കാര്യം നടത്താൻ ഭഗവാനെ പിടിക്കുന്നതാണ് ഭക്തിയെങ്കിൽ അതിന് സത്സംഗത്തില് അത് പ്രയോജനപ്പെടില്ല. അതും അനുവദിച്ചു തരാം. ആർത്തോ ജിജ്ഞാസുഹു അർത്ഥാർത്ഥി ഒക്കെ ഉണ്ടായിക്കോട്ടെ. പക്ഷെ ഇവിടെ ഗീത എന്ന് വരുമ്പോൾ, ഭാഗവതം എന്ന് വരുമ്പോൾ കുറച്ച് ഉയർന്ന തലത്തിലേക്ക് വരണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ പറയണത്. ബാക്കിയൊക്കെ നമ്മൾ എന്തൊക്കെ തന്നെ ഭഗവാന്റെ അടുത്ത് വാങ്ങിയാൽ ആ പൊരുളുകളൊക്കെ തീർന്നു പോകുന്നു. ഭഗവാനോടുള്ള സംബന്ധവും ആ പൊരുൾ കിട്ടുന്നതോടുകൂടെ തീർന്നു പോകുന്നു. ആ പൊരുൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഭഗവാനോട് സംബന്ധം തീർന്നു പോകുന്നു. അപ്പൊ അങ്ങനെയല്ലാതെ ഭഗവത് സംബന്ധത്തിനെ തൻവശപ്പെടുത്തുക എന്നുള്ളത് വരണമെങ്കിൽ തന്റേതായിട്ടുള്ളതൊക്കെ തന്നെ ഇവിടെ അസ്തമിച്ചു പോകുന്നു എന്ന് അറിയുന്ന ആള് തത്പരായണനായിട്ട് തീരും. അങ്ങനെയുള്ള ആള് അപുനരാവൃത്തിം ഗച്ഛന്തി. അയാൾക്ക് വീണ്ടും പുനരാവൃത്തിയില്ല, ജനനമില്ല, മരണമില്ല, ഈ ദുഃഖങ്ങളിൽ പെട്ടുപോവില്ല. അയാൾ ശാശ്വതം പദം, ശാശ്വതമായ പദത്തിനെ തന്നിൽ തന്നെ ഇരിക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞു. അഥവാ ഭഗവാനെ കണ്ടു കഴിഞ്ഞു. പുറത്തൊരു രൂപത്തിൽ കണ്ടു എന്നല്ല, ആശ്രയസ്ഥാനമായി ഭഗവാനെ പിടിച്ചു കഴിഞ്ഞു. ശ്രദ്ധ ഭഗവന്മുഖമായി കഴിഞ്ഞു. അങ്ങനെയുള്ള ആള് അപുനരാവൃത്തിം ഗച്ഛന്തി. അങ്ങനെയുള്ള ആൾക്കാണ് സർവത്ര ഭഗവത് ദർശനം എന്നുള്ള സ്ഥിതി അടുത്തതായി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിചൈവ സ്വഭാഗേച പണ്ഡിതാഹ സമദർശിനഃ എന്ന് പറഞ്ഞു. അയാൾ എല്ലായിടത്തും സമദർശിയായിരിക്കുന്നു എന്ന് വെച്ചാൽ അയാൾ എല്ലാരിലും അന്തര്യാമി രൂപത്തിൽ ഭഗവാൻ ഇരിക്കുന്നുവെന്ന് കാണുകയും അതുകൊണ്ട് രാഗദ്വേഷമില്ലാതിരിക്കുകയും കണ്ണു തുറന്നുകൊണ്ട് തന്നെ സമാധിയിലിരിക്കുകയും കണ്ണു തുറന്നുകൊണ്ട് തന്നെ ശാന്തനായിട്ടിരിക്കുകയും പ്രപഞ്ചത്തിനെ തന്നെ ഈശ്വരന്റെ സ്ഥൂലകായമായി കാണുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ആള് ഇവിടെ തന്നെ, ഉപനിഷത്ത് പറയുന്നു, ഇവിടെ തന്നെ നേടണമെന്നാണ്. ഇഹ ചേത് അവേദി തഥ സത്യമസ്തി, നചേത് ഇഹ അവേദീൻ മഹതീ വിനഷ്ടി എന്നാണ്. ഈ ചാൻസ് കളഞ്ഞുപോയാൽ വലിയ നഷ്ടം വന്നു പോകും. അതുകൊണ്ട് ഇവിടെ തന്നെ നമ്മള് സത്യത്തിനെ നേടണം. സത്യം നേടാനുള്ളതല്ല, നേടിക്കഴിഞ്ഞിട്ടുള്ളതാണ്. അസത്യത്തിനോടുള്ള രുചി പോകണം. അപ്പോ ഇവിടെ തന്നെ സത്യത്തിന്റെ അനുഭവം വരും. ഇപ്പൊ സത്യം നമ്മൾക്ക് ഇത്രയൊക്കെ പറഞ്ഞാൽ അനുഭവം വരാതിരിക്കാൻ കാരണം എന്താ? ഒരു ദിവസം 2 ഉറുമ്പുകൾ തമ്മിൽ ഒരിടത്ത് വെച്ച് മീറ്റിംഗ് നടത്തി. ഒരു ഉറുമ്പ് ഉപ്പുകൂനയിൽ താമസിക്കുന്നതാണ്. ഉപ്പ് കൂട്ടിവെച്ചിരിക്കുന്ന ഒരു കൂമ്പാരത്തിലാണ് ആ ഉറുമ്പിന്റെ താമസം. അതിന്റെ ഭക്ഷണം ഉപ്പാണ്. വേറെ ഒരു ഉറുമ്പ് പഞ്ചസാര കൂട്ടിവെച്ചിരിക്കുന്ന കൂമ്പാരത്തിലാണ് താമസിക്കുന്നത്. അപ്പൊ ഈ ഉപ്പു കൂമ്പാരത്തിൽ താമസിക്കുന്ന ഉറുമ്പിനോട് പഞ്ചസാര കൂമ്പാരത്തിലുള്ള ഉറുമ്പ് പറഞ്ഞു, ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം എന്നുള്ളത്. അപ്പൊ ഉപ്പ് കൂമ്പാരത്തിൽ താമസിക്കുന്ന ഉറുമ്പ് പറഞ്ഞു, വരൂ, നമ്മളുടെ വീട്ടിൽ വന്ന് ഇത്തിരി ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞ് ഇത്തിരി ഉപ്പ് കൊടുത്തു. അപ്പൊ മറ്റേ ഉറുമ്പ് പറഞ്ഞു, അയ്യേ, ഇതാണോ നീ ഭക്ഷിക്കണത്? ഇത്രയും
നീചമായ ഭക്ഷണമാണോ നീ കഴിക്കണത്? നീ അങ്ങോട്ട് വരൂ, അതിമധുരമായിട്ടുള്ള പഞ്ചസാര തരാം എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ ഉപ്പുകൂനയിൽ താമസിക്കുന്ന ഉറുമ്പ് പറഞ്ഞു, എനിക്കിത് ഇഷ്ടമാണ്, ഇതാണ് ഇഷ്ടം, എനിക്കിപ്പോ ഇതാണ് ഇവിടെ കിട്ടുന്നത്, ഇതിനേക്കാളും ഇപ്പൊ മധുരമൊക്കെ ഉണ്ടോ, മധുരം എന്ന് പറഞ്ഞൊക്കെ വല്ലതുമൊക്കെ ഉണ്ടോ, എനിക്കതൊന്നും വിശ്വാസമില്ല. പഞ്ചസാര കൂനയിൽ താമസിക്കുന്ന ഉറുമ്പ് പറഞ്ഞു, എനിക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞ് ആ പഞ്ചസാരയുടെ മധുരം പറയുമ്പോ തന്നെ ആ ഉറുമ്പിനൊരു മാധുര്യമൊക്കെ പുറമേക്ക് പ്രകടിപ്പിച്ചൊക്കെ നോക്കി. പക്ഷെ ഈ ഉപ്പ് തിന്നുന്ന ഉറുമ്പിന് മനസ്സിലാവണില്ല. അവസാനം ഉപ്പ് തിന്നുന്ന ഉറുമ്പിനെ കൂട്ടിക്കൊണ്ടുപോയി പഞ്ചസാര തിന്നുന്ന ഉറുമ്പ് തന്റെ വീട്ടിലേക്ക്. അവിടെ പോയിട്ട് ഇത്തിരി പഞ്ചസാര എടുത്ത് ഈ ഉറുമ്പിന് കൊടുത്തു, ഈ ഉപ്പ് തിന്നുന്ന ഉറുമ്പിന്. ആ പഞ്ചസാര വായിൽ വെച്ചിട്ട് ഈ ഉപ്പ് തിന്നുന്ന ഉറുമ്പ് പറഞ്ഞു, അയ്യേ അതേപോലെ തന്നെ ഇരിക്കണത്, വലിയ രുചിയൊന്നുമില്ലല്ലോ. പഞ്ചസാര തിന്നുന്ന ഉറുമ്പിന് ആശ്ചര്യം, ഇവന് ഈ ഉപ്പിനും പഞ്ചസാരയ്ക്കും വ്യത്യാസം അറിയണില്ലേ, അത് എന്ത് രുചി, ഈ പഞ്ചസാര എന്ത് രുചി, എന്നിട്ട് ഈ പഞ്ചസാര വായിലിട്ടിട്ട് രുചിയില്ല, ഉപ്പ് പോലെ തന്നെ ഇരിക്കണമെന്ന് പറയണു. കുറെ നേരം ആലോചിച്ചിട്ട് പിന്നെയും 2 തരി ഇട്ട് കൊടുത്തു, അപ്പോഴും അതേപോലെ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് പറഞ്ഞു, നീ വായി കാണിക്കൂന്ന് പറഞ്ഞു. അപ്പൊ ഉപ്പ് തിന്നുന്ന ഉറുമ്പ് വായി കാണിച്ചു. നോക്കുമ്പോ വായുടെ ഇവിടെ ഒരു ഉപ്പ് കഷ്ണം വെച്ചിട്ടുണ്ട്. അവിടുന്ന് വരുമ്പോ ഒരു കഷ്ണം ഉപ്പ് വായിൽ വെച്ചോണ്ടാണ് പഞ്ചസാര തിന്നാൻ വന്നിരിക്കണത്. അപ്പോ ഈ പഞ്ചസാര ഉറുമ്പ് പറഞ്ഞു, പിന്നെ എങ്ങനെ പഞ്ചസാര മതിരിക്കും, ആദ്യ ഉപ്പ് തുപ്പൂ, എന്നിട്ട് പിന്നെ പഞ്ചസാര കഴിച്ചാലേ രുചിക്കുള്ളൂ. ഇത് ഉപ്പിനെ ഒരു വശത്ത് ഒതുക്കി വെച്ചിട്ട് എത്ര പഞ്ചസാര തിന്നാൽ അതിന്റെ കൂടെ ഉപ്പിന്റെ രുചി കലർന്നിട്ട് ഉപ്പിന്റെ രുചി വരും. മനസ്സിലായോ? അതുകൊണ്ടാണ് ഭക്തി അധ്യാത്മവിദ്യയൊക്കെ രുചിക്കാതിരിക്കാൻ കാരണം ഉപ്പ് തുപ്പിയിട്ടില്ല. ഉപ്പുണ്ട്, ആ ഉപ്പ് ഒരു വശത്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് എന്ത് തിന്നാലും അതിൽ ഉപ്പ് കലർന്ന് കലർന്ന് വരുന്നത് കൊണ്ടാണ് രുചിക്കാത്തത്. ഉപ്പ് തുപ്പിയാൽ രുചിക്കും. അപ്പോ ഉപ്പ് തുപ്പി പഞ്ചസാര തിന്നുകയാണ്. സത്സംഗത്തിൽ ഈ സത്യം നല്ലവണ്ണം തെളിഞ്ഞ് രുചിച്ച് അറിഞ്ഞ് തന്നിൽ അസത്സംബന്ധമില്ലാതെ സത്തിൽ പ്രതിഷ്ഠിതനായിട്ടുള്ളവൻ ഇഹൈവ തൈഹി ജിത സർഗ, ഇവിടെ തന്നെ അവരാൽ സർഗം ജയിക്കപ്പെട്ടിരിക്കുന്നു. സർഗം എന്ന് വെച്ചാൽ സൃഷ്ടിപ്രക്രിയ, ജനന മരണം, പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. ആ ഭജഗോവിന്ദത്തില് ആ ശ്ലോകത്തില് അങ്ങനെ ഒരു 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 ദുഃഖത്തിന്റെ അഴലുണ്ട് അതിനുള്ളിൽ പുറകില്. കൃപയാ പാരേ പാഹി മുരാരേ, ഹേ ഭഗവാനെ കൃപയാ എന്നെ രക്ഷിക്കൂ. ഹേ ചന്ദ്രചൂഡമദനാന്തക ശൂലപാണി സ്ഥാണോ ഗിരീശ ഗിരിജേശ മഹേശ ശംഭോ ഭൂദേശ ഭീതമയ സൂദനമാമനാഥം സംസാര ദുഃഖ ഗഹനാത് ജഗദീശ രക്ഷ. ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി. നമ്മളൊന്നും ചെയ്യണ്ട. ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടല്ല അപ്പൊ ഭഗവാനെ നേടാൻ പോണം. ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കുക, ഭഗവാനെ ഒരു വഴിയും കാണാനില്ല, പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇനിയും വന്നാൽ സാന്ന് പറഞ്ഞ് തുടങ്ങണ്ടേ? സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തി ഈ ജന്മത്തിലെ ഏതോ പൂർവ്വപുണ്യം കൊണ്ട് സത്സംഗവും അതും ഇതുമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയൊരു ജന്മം വന്നു കഴിഞ്ഞാൽ ജനിച്ച ഉടനെ തന്നെ ഇതൊന്നും തോന്നാതിരിക്കാനുള്ള ഒരു ഇഞ്ചക്ഷൻ ആയിരിക്കും കുത്തിവെക്കണത്. അങ്ങനെയൊക്കെയാണ് കണ്ടുപിടിക്കണത്. ഇപ്പോ ജനിച്ച ഉടനെ തന്നെ പല കെമിക്കൽസും പലവിധ ജീവികളുടെയും മുയലിന്റെ ബുദ്ധിയിൽ നിന്നെടുത്ത ജ്യൂസ്, മൂങ്ങയുടെ ശരീരത്തിൽ നിന്നെടുത്ത് ഇതൊക്കെ എടുത്തിട്ടൊക്കെ ആയിട്ടാണ് ഒരു സൂചിയാക്കിയിട്ട് ഈ എന്താ പറയാ വാക്സിനേഷൻ
എന്ന് പറഞ്ഞിട്ട് നമ്മളെ കുത്തിവെച്ചിട്ട് അവസാനം നമ്മൾ വിചാരിച്ചാലും ചിലപ്പോ അത്യപകടമായിട്ട് തലയിൽ ചിപ്സൊക്കെ ഘടിപ്പിച്ച് കളയും. അച്ഛനും അമ്മയ്ക്കും പറഞ്ഞാൽ കേൾക്കുന്ന കുട്ടികളായിരിക്കാൻ വേണ്ടിയിട്ട് ജനിച്ച ഉടനെ ഒരു ചിപ്സൊക്കെ തലയിൽ ഘടിപ്പിച്ച് കമ്പ്യൂട്ടർ ഓൺ ചെയ്താൽ ചെക്കന് എഴുന്നേക്കും, ഓഫ് ചെയ്താൽ കിടക്കും. അത് കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പോവാൻ പറഞ്ഞാൽ പോകും, വരാൻ പറഞ്ഞാൽ വരും. സത്സംഗത്തിലേക്കൊന്നും നമ്മൾ വിചാരിച്ചാൽ പോകാൻ പറ്റില്ല. അതൊക്കെ രാഷ്ട്രീയക്കാരായിട്ടുള്ളവരൊക്കെ വിളിച്ചിട്ട് നമ്മളെയൊക്കെ ഇൻകുലാബ് വിളിക്കാൻ റോട്ടിൽ ഇറങ്ങി നടത്തിയാൽ നമ്മളൊക്കെ നടക്കേണ്ടി വരും. അത്യപകടമായ ലോകമാണ് മുമ്പിൽ വരാൻ പോണത്. ഇനി ഈ മഠയത്തരം നിറഞ്ഞ ഈ ലോകത്തിലേക്ക് വരാതെ രക്ഷപ്പെട്ടു പോവാൻ നോക്കണം. ഇവിടെ അസംബന്ധം പറഞ്ഞുകൊണ്ടിരിക്കരുത്. ചിലർക്കൊക്കെ വേദാന്തമൊക്കെ പറഞ്ഞാൽ വെറുപ്പാണ്. അതൊന്നും ശരിയല്ല. ഈ ലോകത്തിൽ അങ്ങനെ സുഖമായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ദാറ്റ് ഈസ് ഭഗവത്ഗീത എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിക്കളയും. ഇവിടെ ഇരുന്നാ വേണ്ടില്ല, എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ കാണുമ്പോ പേടി തോന്നണമല്ലോ, നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലാതാവണമല്ലോ. അപ്പൊ എന്ത് ചെയ്യും? നമുക്കൊരു സ്വാതന്ത്ര്യം ഇല്ലാതെ ആവുന്ന സ്ഥിതിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സൗകര്യങ്ങൾ കൂടുന്തോറും അസ്വാതന്ത്ര്യം കൂടിക്കൊണ്ടേ വരുന്നു. സൗകര്യങ്ങൾ കൂടുന്തോറും ആ സൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പണം ഉണ്ടാക്കണം, അതിനനുസരിച്ച് നമ്മൾ ജീവിക്കണം, അതിനനുസരിച്ച് നമ്മൾ പണിയെടുക്കണം, ഒക്കെ വേണം. ഏറ്റവും സൗകര്യങ്ങളുള്ള ആളുകൾ ആ സൗകര്യങ്ങളൊന്നും അനുഭവിക്കണില്ല ലോകത്തില്. ഏറ്റവും പണം സമ്പാദിക്കുന്ന ആളുകൾക്ക് ഉറങ്ങാൻ സമയമില്ല, ഉണ്ണാൻ സമയമില്ല. നമ്മളിപ്പോ അതൊക്കെയാണ് അഭിമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ഇന്ത്യയിലാണ് എന്നാണത്രേ. അപ്പോ എന്ത് കാര്യം? അവരൊക്കെ പാവം രാമായണം പറയുന്ന ആളുകളുടെയും ഭാഗവതം പറയുന്ന ആളുകളുടെയും പുറകിൽ തീർത്ഥത്തിന് കൈ നീട്ടിക്കൊണ്ട് നടക്കുകയാണ്. എന്താന്ന് വെച്ചാൽ അസമാധാനാണേ. ഞങ്ങളെപ്പോലെ ഉള്ള ആളുകൾക്ക് അവരും വേണം. എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സമാധാനമില്ലേ. അവരുടെ കയ്യിലുള്ള പണം നോക്കിയിട്ട് ഞങ്ങൾക്ക് ആഗ്രഹം, ഞങ്ങളുടെ ഉള്ളിൽ എന്തോ സൂത്രപ്പണിയുണ്ട്, സമാധാനം കിട്ടാന്ന് വിചാരിച്ചിട്ട് അവർക്ക് ആഗ്രഹം. ഇതൊക്കെ ആയിട്ടാണ് ഇപ്പൊ വടക്കൻ ഇന്ത്യയിലൊക്കെ. അതൊക്കെ വെറുതെ ആണോ ഇപ്പൊ ആധ്യാത്മികക്കാരൊക്കെ ടി വിയിൽ പ്രത്യക്ഷപ്പെടുന്നത്? ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടേ. അവരൊക്കെ ചാനൽ തുടങ്ങണോ തുടങ്ങിക്കൊടുക്കും, എന്ത് വേണോ ചെയ്തു കൊടുക്കും. എന്താന്ന് വെച്ചാൽ ഇവരുടെ കയ്യിൽ എന്തോ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് സമാധാനമായിരിക്കാം എന്നാണ്. തമ്മിൽ ഭേദം അവരാണ്, ഈ പണക്കാരാണ്. എന്താന്ന് വെച്ചാൽ അവര് പണം കൊടുത്തിട്ട് സമാധാനം വാങ്ങിക്കുമ്പോ അധ്യാത്മക്കാര് സമാധാനം കൊടുത്തിട്ട് പണം വാങ്ങിക്കുകയാണ്. തമ്മിൽ ഭേദം ഈ പണക്കാരാണ്. ഇഹൈവ തൈഹി ജിതസർഗഃ യേഷാം സാമ്യേ സ്ഥിതം മനഃ. ഇവിടെ തന്നെ ലോകത്തിലിരിക്കുമ്പോ തന്നെ ആര് ശാന്തിയെ നേടിയിരിക്കുന്നുവോ, വാസ്തവത്തിലുള്ള ശാന്തിയുടെ തീർത്ഥത്തിനെ അകമേ കണ്ടിരിക്കുന്നുവോ, അവര് സൃഷ്ടിയെ ജയിച്ചിരിക്കുന്നു. സമാധിസ്ഥരാണവർ, ബ്രാഹ്മീ സ്ഥിതിയിലിരിക്കുന്നവരാണ്. നിർദോഷം ഹി സമം ബ്രഹ്മ. ഗുണദോഷങ്ങളുടെ ചലനങ്ങൾ മുമ്പിലുണ്ടായാലും ആ ഡുവലിസ്റ്റിക് പ്രോസസ് അവരെ ബാധിക്കണില്ല. സാക്ഷിയായി നിൽക്കുന്നവരാണ് അവര്. നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഃ. അവർ ബ്രഹ്മത്തിൽ നിത്യനിരന്തര സ്ഥിതി നേടിയവരാണ്. വളരെ പ്രധാനമായ ശ്ലോകമാണ്. അങ്ങനെ ആന്തരികമായി ബ്രഹ്മസ്ഥിതി നേടി ബാഹ്യമായി ലോകത്തിൽ അവര് വ്യവഹാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോ നിർദോഷവും സമവുമായ ആ ബ്രഹ്മത്തിനെ അവരെങ്ങനെ നിത്യനിരന്തര സ്ഥിതിയാക്കി തീർക്കാൻ എന്താ വഴി? നമ്മൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ഗ്ലിംസ് കിട്ടുന്നു, പിന്നെയും ലോകത്തിലേക്ക് വരുമ്പോൾ മറഞ്ഞു പോകും. സത്സംഗത്തിലിരിക്കുമ്പോ സുഖമായിട്ടുണ്ട്, ലോകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മറഞ്ഞു പോകും. പല ആളുകളും പറയും ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങുകയേ വേണ്ടു കഴിഞ്ഞു എന്നാണ്. ചെരുപ്പ് അഴിച്ചു വെക്കുമ്പോ ഒക്കെ അവിടെ അഴിച്ചു വെക്കും, ചെരുപ്പ് ഇടുമ്പോ എല്ലാം ഇട്ടുകൊണ്ട് പോകുന്നതാണ്. അങ്ങനെയില്ലാതെ ദൈനംദിന ജീവിതത്തിൽ സമത്വം യോഗ ഉച്യത്തെ, സമസ്ഥിതി വരണം. എങ്ങനെ വരും? അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകം പറയണം. നോക്കാം. ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ
നോദ്വിജേത് പ്രാപ്യ ചാപ്രിയം സ്ഥിരബുദ്ധിരസമ്മൂഢോ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ.